ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പെറ്റാലിംഗ് സ്ട്രീറ്റിലാണ്. ജലൻ പെറ്റാലിംഗ്. ഇതും കലലോമ്പറിലെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള വേറൊരു സ്ട്രീറ്റാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനും നന്നായിട്ട് ഷോപ്പ് ചെയ്യാനും പറ്റും. അങ്ങനെ ഞങ്ങളിത് ഇവിടെ കയറി വന്നപ്പോൾ തന്നെ കരിക്കാണ് കണ്ടത്. അപ്പോൾ കരിക്ക് ഞങ്ങൾക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കരിക്ക് തന്നെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഇവിടെ നമ്മൾ എന്ത് ഡ്രിങ്ക്സ് മേടിച്ചാലും ഇവരിത് ഇതുപോലെ ടേക്ക് അവേ രൂപത്തിൽ തന്നു വിടും. അപ്പോൾ നമുക്ക് നടന്നുകൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ കുടിച്ചും ആസ്വദിച്ചൊക്കെ നടക്കാം. അത് കഴിഞ്ഞത് ഞങ്ങൾ ചുമ്മാ ഈ ഓരോ സ്റ്റോറിലൊക്കെയും തേരാപ്പാര നടക്കുകയായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കണ്ണ് മഞ്ഞളിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒറിജിനലിനെ വെല്ലുന്ന ഫേക്ക് ഐറ്റംസാണ് ഇവിടെ, ഒന്നും പറയാനില്ല. അങ്ങനെ ഇവിടുത്തെ ഈ കടകളെല്ലാം നമ്മൾ കണ്ട് ചുമ്മാ ഇങ്ങനെ നോക്കിയും ഓരോ കാര്യങ്ങളൊക്കെ കണ്ടത് ഇതൊക്കെ ഇവിടുത്തെ സുവനീഴ്സാണ്. ഇങ്ങനെ ആക്രി യൂക്രി കടകൾ കുറേ ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഒത്തിരി സാധനങ്ങൾ മേടിക്കുമായിരുന്നു. ഇപ്പം ഞാൻ അത്രയും അങ്ങോട്ട് സാധനങ്ങൾ മേടിക്കാറില്ല, കാരണം നമുക്ക് ആ ഒരു ക്രേസ് തീർന്നു. അതുകൊണ്ടാണ്. ഈ കാണുന്ന ഫ്രൂട്ടാണ് ദൂർയാൻ. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഈ ഫ്രൂട്ട് കൊണ്ട് അവർ പല പല ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഇച്ചിരി ഞങ്ങൾ തിരിഞ്ഞപ്പോഴാണ് മുല്ലപ്പൂ കണ്ടത്. മുല്ലപ്പൂ ഒരു വീക്ക്നെസ്സാണ്. അതിനുശേഷം ഞങ്ങൾ വന്നത് ഈ ഒരു ചൈനീസ് ടെമ്പിളിലായിട്ടാണ്. എനിക്ക് ഈ ചൈനീസ് ടെമ്പിളും നമ്മുടെ ഹിന്ദു ടെമ്പിൾസ്, അതായത് ഏഷ്യയിലെ ഹിന്ദു ടെമ്പിൾസൊക്കെ വന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദേ ഞങ്ങളിതിൻ്റെ ഉള്ളിലൊക്കെ പോയി ജസ്റ്റ് ഈത്തനെ സാറേനെയൊക്കെ കാണിച്ച് അവർക്ക് ഇതൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഞാനിതൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ദാണ്ട് ശ്രീ മാരിയമ്മൻ കോയിൽ, അതായത് ശ്രീ മഹാ മാരിയമ്മൻ കോയിൽ. അത് അവിടെ ചെന്നപ്പോൾ ദേ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ മുല്ലപ്പൂവും അവർ നേർച്ചയ്ക്ക് ആയിട്ടൊക്കെ ഇല്ലേ, അതുപോലെ അടുത്ത് തന്നെ ഇങ്ങനെ സ്വീറ്റ്സിൻ്റെ സ്റ്റോറ്. അപ്പോൾ അത് ഇവിടെ ഒന്ന് കയറാം എന്ന് വിചാരിച്ചു. അങ്ങനെ ദേ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഈ കാണുന്ന സ്ഥലത്തിലാണ് തേങ്ങ ഉടയ്ക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ജെൻസിൻ്റെ അടുത്ത് പറയുമായിരുന്നു ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ ചൈനീസ് ഇൻഫ്ലുവൻസ്ഡ് ആണ്. അതായത് ഇവിടെ ഒത്തിരി ചൈനീസും ഒത്തിരി തമീലിയൻസും മാലേ പീപ്പിളും എല്ലാം ഉണ്ട്. ഈ കാണുന്നതൊക്കെ നേർച്ചകളാണെന്നാണ് തോന്നുന്നത്. നട തുറക്കാൻ പോകുന്നുള്ളൂ. എനിക്ക് മലേഷ്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മുസ്ലിം രാജ്യം, അത് അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മുസ്ലിം രാജ്യമാണെങ്കിൽ പോലും ഹിന്ദുയിസും അതുപോലെ നമ്മുടെ ചൈനീസ് ടെമ്പിൾസൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ആൻഡ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. നമ്മുടെ ചേർച്ചസും ഉണ്ട് കേട്ടോ, അതായത് ക്രിസ്ത്യൻസും ഉണ്ട്. എനിവേ ഈ നട തുറക്കാനായിട്ടുള്ള ഒരു ടൈം ആയിരുന്നു ഞങ്ങൾ വന്നപ്പോൾ തന്നെ. അപ്പോൾ ഇപ്പോൾ എല്ലാം അടച്ചു കിടക്കുകയാണ്, നട തുറക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇത് ഭയങ്കര ഒരു വൈബായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണെന്നറിയില്ല, എൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഈ നട തുറക്കുന്ന സമയത്തുണ്ടല്ലോ കണ്ണിൽ നിന്ന് കുടുകുടാന്ന് വെള്ളം വരുമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ടൈമാണ്. എനിവേ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നട തുറക്കലിനെ കുറിച്ച് കാണിച്ചു തരാവേ. ടേക്ക് കെയർ.